എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന SCERT ടെക്സ്റ്റ് ബുക്കിലെ 9ാമത്തെ ക്ലാസ്സിലെ 5ാമത്തെ അധ്യായമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഉൽപാദന മേഖലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് OA പരീക്ഷയിൽ പോലും, അതോടൊപ്പം തന്നെ LDC പരീക്ഷ, കഴിഞ്ഞ LDC പരീക്ഷ എടുത്താലും 2025 നടത്തിയ വിവിധ പരീക്ഷകൾ എടുത്ത് പരിശോധിച്ചാലും ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ നിത്യേന ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ പരീക്ഷയിൽ ഹോട്ടൽ വ്യവസായം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ചോദ്യം ചോദിച്ചു. അപ്പൊ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വായിച്ചു പോയിരുന്നുവെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ ഉത്തരം കിട്ടുമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഉൽപാദന മേഖലകൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുന്ന, അതായത് ഈ ഒരു ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഉൽപാദന മേഖലകൾ എന്ന് പറയുന്നത്. അതിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്താലാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തും. അതിനുശേഷം കുറച്ച് ചോദ്യങ്ങൾ കൂടി ചെയ്യുക വഴി ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് എത്തുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ എന്തെല്ലാമാണ് ഉൽപാദന മേഖലകളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഇവിടെ പറയുന്നത് ഉൽപാദന മേഖലകൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ട് എത്ര അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിരുന്നു ചോദിക്കാം. ഉത്തരമായിട്ട് വരേണ്ടത് 3 അടിസ്ഥാന മേഖലകളായിട്ട് എന്താണ് തരംതിരിച്ചിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ടും എത്ര അടിസ്ഥാന മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു? 3 അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഏതെല്ലാമാണ് ആ 3 അടിസ്ഥാന മേഖലകൾ? 1 പ്രാഥമിക മേഖല, 2 ദ്വിതീയ മേഖല, 3 തൃതീയ മേഖല. അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ എന്നിങ്ങനെ പറയാൻ പറ്റും. അപ്പൊ നമ്മളോട് പരിചയപ്പെട്ട എന്താണ്? ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ട് 3 അടിസ്ഥാന മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു. നമ്മളോട് പരിചയപ്പെടുന്നത് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ പ്രധാനമായിട്ട് എത്ര അടിസ്ഥാന മേഖലകളായി തരംതിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3 ആണ്. ഏതെല്ലാമാണ്? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്നിങ്ങനെയാണ് 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഓരോ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാഥമിക മേഖലയെ കുറിച്ചാണ്. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രാഥമിക മേഖല? അവിടെ കൃത്യമായി ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖല എന്ന് പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രാഥമിക മേഖലയെ എന്തെന്നും കൂടെ പറയുന്നുണ്ട്? കാർഷിക മേഖല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: 1, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഇവിടെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ മത്സ്യബന്ധനം എന്തിൽ ഉൾപ്പെടുന്നതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്ന. അപ്പൊ പ്രകൃതി വിഭവമായിട്ടുള്ള മത്സ്യം, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള മേഖല, അതായത് മത്സ്യബന്ധനം, അത് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖല എന്ന് പറയുന്ന ഭാഗത്ത് ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഖനനം, പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിക്കുന്നതാണ്. ഖനനം എന്ന് പറയുന്നത് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് നമ്മളോട് ചോദിക്കാം. അവിടെ ഉത്തരമായിട്ട് വരേണ്ട എന്ത് തന്നെയാണ്? പ്രാഥമിക മേഖല തന്നെയാണ്. അതേപോലെ തന്നെ വനപരിപാലനം എന്ന് പറയുന്നത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഏത്? പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പ്രാഥമിക മേഖല എന്തെന്നും കൂടെ പറയുന്നുണ്ട്? കാർഷിക മേഖല എന്നും കൂടെ പറയുന്നുണ്ട്. കാർഷിക മേഖല എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിവിടെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണ്? 1, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. 2ാമത്തെ പോയിന്റ്, കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നു? കാർഷിക മേഖല എന്ന് പറയുന്നു. ഇനി പ്രാഥമിക മേഖലയ്ക്ക് കീഴിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് SCERT ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അവസാനമായിട്ട് പരിചയപ്പെടാം, ഒരുമിച്ച് പഠിക്കാം. ഇപ്പൊ പ്രാഥമിക മേഖല എന്താണ് എന്നതിന്റെ ഒരു അടിസ്ഥാന അറിവ് ഈ പറയുന്ന 2 പോയിന്റിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദ്വിതീയ മേഖലയാണ്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ഇത് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ആ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ്, അല്ലെങ്കിൽ അവിടുത്തെ അസംസ്കൃത വസ്തുക്കളാണ് എവിടെ ഉപയോഗിക്കുന്നത്? നമ്മുടെ ദ്വിതീയ മേഖലയിൽ ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക.
വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ദ്വിതീയ മേഖലയെ എന്തെന്നും കൂടെ പറയുന്നുണ്ട്, വ്യവസായിക മേഖല എന്നും പറയുന്നുണ്ട്. ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം എന്താണ്? വ്യവസായമാണ്, കാർഷികമാണ്. പ്രാഥമിക മേഖലയുടെ അടിസ്ഥാനം കാർഷികത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? കാർഷിക മേഖല എന്നും പറഞ്ഞു. അതേപോലെ തന്നെ വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള മേഖലയാണ് ദ്വിതീയ മേഖല. ഇപ്പൊ നാളെ ഒരു പരീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പ്രാഥമിക മേഖല അല്ലെങ്കിൽ ദ്വിതീയ മേഖല എന്നതിന് പകരമായിട്ട് കാർഷിക മേഖല, വ്യവസായിക മേഖല എന്ന തരത്തിലും ഓപ്ഷനിൽ തരാം. ഓർത്തിരിക്കുക, പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ കാർഷിക മേഖല, ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ വ്യവസായിക മേഖല എന്നീ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതെല്ലാം എന്താണ്? ഒന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാണ്? ദ്വിതീയ മേഖലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഉദാഹരണമായിട്ട് കെട്ടിട നിർമ്മാണമൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താം? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുത്താം. വൈദ്യുത ഉൽപാദനം എന്തിൽ ഉൾപ്പെടുത്താം? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാം. ഗ്യാസ് എന്തിൽ ഉൾപ്പെടുത്താം? ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുത്താം. നമുക്കറിയാൻ പറ്റും ഇതെല്ലാം എന്താണ്? പ്രാഥമിക മേഖലയിൽ, അതായത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ എവിടെ ഉൾപ്പെടുന്നു? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു. ആ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ദ്വിതീയ മേഖലയിലെ കാര്യങ്ങളൊക്കെ നടത്തപ്പെടുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കണക്ട് ചെയ്ത് പഠിച്ചു വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ദ്വിതീയ മേഖല എന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇനി അടുത്തത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖല പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ട പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല, അതേപോലെ തന്നെ ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല, ഈ 2 മേഖലകളിലെയും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഏതെന്ന് പറയുന്നത്? തൃതീയ മേഖല എന്ന് പറയുന്നത്. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? സേവന മേഖല എന്നാണ്. നമ്മൾ പരിചയപ്പെട്ടു പ്രാഥമിക മേഖല, അതിനെ നമ്മൾ കാർഷിക മേഖല എന്ന് പഠിച്ചു. അതേപോലെ തന്നെ ദ്വിതീയ മേഖല, അതിനെ നമ്മൾ വ്യവസായ മേഖല എന്ന് പഠിച്ചു. അതേപോലെ തന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് തൃതീയ മേഖലയാണ്. തൃതീയ മേഖല കൂടുതൽ പ്രാധാന്യം, സേവനങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് പറയാം? സേവന മേഖല എന്ന് പറയാം. ഇന്നലെ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഹോട്ടൽ വ്യവസായം. വ്യവസായം എന്നൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പോയിട്ട് നമ്മൾ എന്തിലേക്ക് പോയിട്ട് കറപ്പിക്കാം? ദ്വിതീയ മേഖലയിൽ പോയി കറപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അതേതിൽ ഉൾപ്പെടുന്നതാണ്? തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നത്. അതൊരു സേവനമാണ്. ഇനി ആരോഗ്യ, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഈ പറയുന്ന തൃതീയ മേഖല. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കുന്നു? സേവന മേഖല എന്ന് വിളിക്കുന്നു. അപ്പൊ 3 കാര്യങ്ങൾ നമ്മളിവിടെ പരിചയപ്പെട്ടു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ. ആദ്യം നമ്മൾ പറഞ്ഞത് ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായും 3 അടിസ്ഥാന മേഖലകളായി തരംതിരിക്കുന്നു. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ എന്താണ് പ്രാഥമിക മേഖല എന്ന് പഠിച്ചു. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല പ്രാഥമിക മേഖല. കൃഷിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നറിയപ്പെടുന്നു. പിന്നെ നമ്മൾ പഠിച്ചു ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ ഉൽപ്പന്നങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യവസായത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളത് കൊണ്ട് ദ്വിതീയ മേഖലയെ വ്യവസായിക മേഖല എന്ന് വിളിക്കുന്നു. ദ്വിതീയ മേഖലയുടെ അടിസ്ഥാനം എന്താണ്? വ്യവസായമാണ്. ഇനി അടുത്ത തൃതീയ മേഖലയാണ്. പ്രാഥമിക ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് തൃതീയ മേഖല. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് സേവന മേഖല എന്നാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവനങ്ങൾ ഈ പറയുന്ന മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്തരം കാര്യങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ഈ ഒരു 3 മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോളത്തിനുള്ളിൽ നിന്നാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ നമ്മുടെ സെക്രട്ടറി OA പരീക്ഷയ്ക്ക് ചോദിച്ചത് ഈ ഹോട്ടൽ എന്ന് പറയുന്നതാണ് സെക്രട്ടേറിയറ്റ് OA പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത് നമ്മുടെ പ്രാഥമിക മേഖലയാണ്. ഒന്നാമത്തെ കോളത്തിൽ നൽകിയിരിക്കുന്നത് എന്താണ്? പ്രാഥമിക മേഖലയാണ്. രണ്ടാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്ന എക്സാമ്പിൾസ് ആണ്. മൂന്നാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് തൃതീയ മേഖലയിലെ എക്സാമ്പിൾസ് ആണ്. നിർബന്ധമായിട്ട് ഇതിൽ ഓരോ പോയിന്റുകളും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാനായിട്ട്. കാരണം ഇതിനുള്ളിൽ നിന്ന് തന്നെയാണ് എക്സാമ്പിൾസ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം, പ്രാഥമിക മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന മേഖലയാണ് പ്രാഥമിക മേഖല എന്ന് പഠിച്ചു. അതിന്റെ എക്സാമ്പിൾ ആണ് ഇത്. ഒന്നാമത് കൊടുത്തിരിക്കുന്നത് കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും. കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അതുപോലെ കന്നുകാലി വളർത്തൽ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. അപ്പൊ ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണ്? പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ
അവിടെ നേരിട്ട് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. കന്നുകാലി വളർത്തുന്നു പറയുമ്പോൾ കന്നുകാലി പ്രകൃതിയിലെ ഒരു വിഭവമല്ലേ, അത് നമ്മൾ എന്താണ് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു. വനപരിപാലനം അതും എന്താണ് പ്രകൃതി നേരിട്ട് തരുന്നതല്ലേ, അത് നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് ഉപയോഗിക്കുന്നു. മത്സ്യബന്ധനമായിക്കോട്ടെ, ഖനനമായിക്കോട്ടെ, അതുപോലെ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. അപ്പൊ നമ്മൾ ചിന്തിക്കും ഉൽപാദനം എന്ന് കാണുമ്പോൾ അവിടെ നേരെ ഇങ്ങോട്ട് പോകും, ദ്വിതീയ മേഖലയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഈ അസംസ്കൃത വസ്തുക്കളാണ് എങ്ങോട്ട് പോകുന്നത്, തൊട്ടടുത്തുള്ള ദ്വിതീയ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ദ്വിതീയ മേഖലയിൽ ഇത് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ വ്യവസായപരമായിട്ടുള്ള പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അസംസ്കൃത വസ്തുക്കളുടെ ഉൽപ്പാദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് പ്രാഥമിക മേഖലയാണ്. അതുപോലെ ഖനനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. മത്സ്യബന്ധനം എന്ന് പറയുന്നത് പ്രാഥമിക മേഖലയാണ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് വനപരിപാലനം, കന്നുകാലി വളർത്തൽ, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ പറയുന്നത് എന്താണ്, പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾ പരിചയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. വ്യവസായം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വ്യവസായ മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് ഒരു പരീക്ഷയ്ക്ക് മൺപാത്ര നിർമ്മാണം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചിട്ടുണ്ട്. ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്, അത് നമ്മുടെ ദ്വിതീയ മേഖലയിൽ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ഇനി സാധനങ്ങളുടെ ഉൽപാദനം, അതുപോലെ തന്നെ വൈദ്യുത ഉൽപാദനം, ഗ്യാസ് എന്നിവയെല്ലാം എന്താണ് ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട എന്താണ്, എങ്ങനെ ഇത് കണക്ട് ചെയ്യാൻ പറ്റും, നമ്മൾ വ്യവസായം എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുന്നു, ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. കെട്ടിട നിർമ്മാണം എന്ന് പറയുമ്പോൾ പ്രാഥമിക മേഖലയിലെ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയല്ലേ, അങ്ങനെയാണെങ്കിൽ അത് ഇതിൽ ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്, ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി സാധനങ്ങളുടെ ഉൽപ്പാദനം എന്ന് പറയുമ്പോൾ അത് എന്തിലാണ് ഉൾപ്പെടുന്നത്, ഈ പറയുന്ന ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി വൈദ്യുത ഉൽപാദനം, ഗ്യാസ് എന്നിവയെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്, ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതൊക്കെ സേവനമല്ലേ, അതെല്ലാം എന്തിലാണ്, സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. വ്യാപാരം, വാണിജ്യം എന്ന് പറയുന്നത് ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ. ഇന്നലത്തെ പരീക്ഷ ചോദിച്ചാണ് ഹോട്ടൽ വ്യവസായം ഏത് മേഖലയിൽ, തൃതീയ മേഖലയിൽ. ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സംഭരണം, സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്തിലാണ് ഉൾപ്പെടുന്നത്, ഈ പറയുന്ന തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. എന്തിലാണ് ഉൾപ്പെടുന്നത്, തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞ എന്തെല്ലാമാണ്, ആരോഗ്യം എന്ന് പറയുന്നത് ഏതു മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് തൃതീയ മേഖലയാണ്. അതുപോലെ വിദ്യാഭ്യാസം, വ്യാപാരം, വാണിജ്യം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ സംഭരണം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ അവിടെ നിന്ന് വരാം. സംഭരണം എന്ന് പറയുന്നത് ഏതിൽ ഉൾപ്പെടുന്നതാണ്, തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് തൃതീയ മേഖല അല്ലെങ്കിൽ സേവന മേഖലയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ ഒരു ടേബിൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഗുണപ്രദമായിരിക്കും. കാരണം ഇതിനുള്ളിൽ നിന്നാണ് എപ്പോഴും ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നു കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, കന്നുകാലി വളർത്തൽ, വനപരിപാലനം, മത്സ്യബന്ധനം, ഖനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം. ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടുന്നു വ്യവസായം, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം, വൈദ്യുത ഉൽപാദനം, ഗ്യാസ്. അടുത്തത് തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യാപാരം, വാണിജ്യം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സംഭരണം, അതുപോലെ തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ എന്തിൽ ഉൾപ്പെടുന്നു, തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്തത് രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിന് ഈ മൂന്ന് മേഖലകൾ എന്താണ് പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നമ്മുടെ GDP ഒക്കെ കണക്കാക്കുന്ന സമയത്ത് ഈ മൂന്ന് മേഖലകളെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഈ മൂന്ന് മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് കണക്കാക്കുന്നത്, GDP ഒക്കെ കണക്കാക്കുന്നത്. അപ്പോൾ രാജ്യത്ത് സാമ്പത്തിക വളർച്ച ഉണ്ടാകുന്നതിന് ഈ മൂന്ന് മേഖലകളും എന്ത് ചെയ്യുന്നു, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതെങ്ങനെയാണെന്നൊരു ഡയഗ്രത്തിലൂടെ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഇവിടെ ആദ്യം നൽകിയിരിക്കുന്ന പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും എങ്ങോട്ട് പോകുന്നുണ്ട്, ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നു അല്ലെ. പ്രാഥമിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളൊക്കെ എങ്ങോട്ട് പോകുന്നുണ്ട്, ഈ പറയുന്ന ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഈ പ്രാഥമിക മേഖലയിൽ നിന്ന് ഈ പറയുന്ന തൃതീയ മേഖലയിലേക്ക്, അതായത് നമ്മുടെ സേവന മേഖലയിലേക്ക് എന്ത് പോകുന്നുണ്ട്, ഭക്ഷ്യവസ്തുക്കൾ പോകുന്നുണ്ട്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഭക്ഷ്യവസ്തുക്കൾ മാത്രമാണ് എങ്ങോട്ട് പോകുന്നത്, ഈ പറയുന്ന തൃതീയ മേഖലയിലേക്ക് പോകുന്നത്. കാരണം എന്താണ്, തൃതീയ മേഖല എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പ്രാഥമിക മേഖലയിൽ നിന്നും അതുപോലെ തന്നെ ദ്വിതീയ മേഖലയിൽ നിന്നും ലഭിക്കുന്ന ഫൈനൽ പ്രൊഡക്റ്റ് അതെന്ത് ചെയ്യണം, അവർ എന്ത് ചെയ്യാണ്, സേവന മേഖല അതിൽ ഒന്നെങ്കിൽ വിൽപ്പന നടത്തുകയാണ്, സംഭരിച്ചു വെക്കുകയാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഭക്ഷ്യവസ്തുക്കളാണ് എങ്ങോട്ട് പോകുന്നത്, തൃതീയ മേഖലയിലേക്ക് പോകുന്നത്. അസംസ്കൃത വസ്തുക്കൾ എങ്ങോട്ട് പോകുന്നില്ല,
തൃതീയ മേഖലയിലേക്ക് പോകുന്നില്ല. അപ്പോൾ നാളെ ഒരു പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വേണമെങ്കിൽ ചോദിക്കാം. ഈ പറയുന്ന പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും എങ്ങോട്ട് പോകുന്നു? തൃതീയ മേഖലയിലേക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം എന്താണ്? ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ പോകുന്നുള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. അസംസ്കൃത വസ്തുക്കൾ പോകുന്നില്ല. അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും എങ്ങോട്ട് പോകുന്നുണ്ട്? നമ്മുടെ ദ്വിതീയ മേഖലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മളോട് പ്രാഥമിക മേഖലയുടെ പരിചയപ്പെട്ടു. എന്താണ്? പ്രാഥമിക മേഖലയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും ദ്വിതീയ മേഖലയിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ദ്വിതീയ മേഖലയിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ഈ പറയുന്ന പ്രാഥമിക മേഖലയിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കളാണ് എങ്ങോട്ട് പോകുന്നത്? തൃതീയ മേഖലയിലേക്ക് പോകുന്നത്. ഇനി അടുത്ത് നോക്കാം, നേരെ തിരിച്ചെന്ത് നീട്ടുന്നു നോക്കാം. ഈ ദ്വിതീയ മേഖലയിൽ നിന്ന് എന്താണ്? യന്ത്ര സാമഗ്രികൾ, നിർമ്മിത വസ്തുക്കളൊക്കെ എങ്ങോട്ട് കിട്ടുന്നുണ്ട്? പ്രാഥമിക മേഖലയിലേക്ക് ലഭിക്കുന്നുണ്ട് അല്ല. ഇവർ കൊടുക്കുന്ന അസംസ്കൃത വസ്തുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യന്ത്ര സാമഗ്രികൾ ആര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? ദ്വിതീയ മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മളെ എന്താണ് പലതരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ. കൊയ്യാൻ വേണ്ടിയിട്ട് കൊയ്ത്തന്ത്രമൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ തൂമ്പ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഈ ദ്വിതീയ മേഖലയിൽ നിന്ന് എങ്ങോട്ട് വരുന്നുണ്ട്? ഈ പറയുന്ന നമ്മുടെ പ്രാഥമിക മേഖലയിലേക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നോക്ക്, വിവിധ തരം സേവനങ്ങളാണ് എവിടേക്ക് ലഭിക്കുന്നത്? പ്രാഥമിക മേഖലയിലേക്ക് ലഭിക്കുന്നത് തൃതീയ മേഖലയിൽ നിന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് എന്തെല്ലാം, പ്രാഥമിക മേഖലയിൽ നിന്ന് സേവന മേഖലയിലേക്ക് അല്ലെങ്കിൽ തൃതീയ മേഖലയിലേക്ക് എന്തെല്ലാം, നേരെ തിരിച്ച് എന്തെല്ലാം. ഇത്രയാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഒന്ന്, പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ, ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നുണ്ട്. പിന്നെ പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ മാത്രം. ഇനി നേരെ തിരിച്ച് തൃതീയ മേഖലയിൽ നിന്ന് വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ് ലഭിക്കുന്നത് ഈ പറയുന്ന പ്രാഥമിക മേഖലയ്ക്ക്. അതേ സമയത്ത് ദ്വിതീയ മേഖലയിൽ നിന്ന് ഈ പറയുന്ന പ്രാഥമിക മേഖലയിലേക്ക് എന്താണ്? യന്ത്ര സാമഗ്രികളും വസ്തുക്കളും നിർമ്മിത വസ്തുക്കളൊക്കെയാണ് ലഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി നോക്കാം, ദ്വിതീയ മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് എന്താണെന്ന് നോക്കാം. ഇനി ദ്വിതീയ മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് യന്ത്ര സാമഗ്രികൾ, നിർമ്മിത വസ്തുക്കൾ എങ്ങോട്ട് കൊടുക്കുന്നു? ഈ പറയുന്ന സേവന മേഖലയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ സേവന മേഖലയിലേക്ക് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്ര സാമഗ്രികളും അതുപോലെ തന്നെ വസ്തുക്കളും എങ്ങോട്ട് കൊടുക്കുന്നുണ്ട്? സേവന മേഖലയിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ സേവന മേഖലയിൽ നിന്ന് അത് എന്ത് ചെയ്യുന്നുണ്ട്? വിൽക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വിവിധ തരം സേവനങ്ങളാണ് നേരെ തിരിച്ച് സംഭവിക്കുന്നത്. തൃതീയ മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് എന്താണ്? വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ് ലഭ്യപ്പെടുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് കൂടി ഒന്ന് വിലയിരുത്തി വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രാഥമിക മേഖല, അതിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് എന്തെല്ലാമാണ്? അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും. നേരെ തിരിച്ചെന്താണ്? യന്ത്ര സാമഗ്രികൾ, നിർമ്മിത വസ്തുക്കൾ. പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് എന്താണ്? ഒന്ന്, ഭക്ഷ്യവസ്തുക്കളാണ്. നേരെ തിരിച്ച് എന്താണ് വരുന്നത്? വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ്. ഇനി തൃതീയ മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ്. അതേസമയത്ത് ദ്വിതീയ മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് എന്താണ്? യന്ത്ര സാമഗ്രികൾ, നിർമ്മിത വസ്തുക്കൾ. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഡയഗ്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്നും കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞാനിപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ ഉത്തരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്ലാസ് കൊണ്ട് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നോക്കാം, ഒരു രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രധാനമായും എത്ര അടിസ്ഥാന മേഖലകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. 3 ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി അടുത്തത്, പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖല ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രാഥമിക മേഖലയാണ് അല്ലെ. പ്രാഥമിക മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്തതായി നമ്മൾ പറയുന്നത് പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. ഇനി അടുത്ത, പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതെന്നാണ് അടുത്ത ചോദ്യം. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖല ഏതാണ്? പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ എന്ന് ഡയറക്റ്റ് എടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും എന്താണ്? പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയല്ലേ. പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ഏതാണ് വരേണ്ടത്? ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖല അല്ലെങ്കിൽ വ്യവസായ മേഖല എന്നാണ് അവിടെ വരേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ് നമ്മുടെ ചോദ്യം. ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? വ്യവസായിക മേഖല എന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ കാർഷിക മേഖല എന്നറിയപ്പെടുന്ന പ്രൈമറി സെക്ടറാണ് അല്ലെങ്കിൽ പ്രാഥമിക മേഖലയാണ്. സേവന മേഖല എന്നറിയപ്പെടുന്ന തൃതീയ മേഖലയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ചോദ്യമാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്ന മേഖല ഏത്? ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ സേവന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതേത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സേവന മേഖല അല്ലെങ്കിൽ തൃതീയ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. തൃതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേര് നമ്മളിപ്പോൾ പരിചയപ്പെട്ടതാണ്, സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഹോട്ടൽ വ്യവസായം ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതിൽ ഉൾപ്പെടുന്നത്? തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്തത്, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? ബാങ്കിങ്, ഇൻഷുറൻസ് ഒക്കെ എന്താ? സേവനങ്ങളല്ലേ. അപ്പോൾ അതേത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? നമ്മുടെ ഓപ്ഷൻ സി, തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്.
ഇനി അടുത്ത് നോക്കാം, കന്നുകാലി വളർത്തൽ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? കന്നുകാലി വളർത്തൽ. അപ്പൊ കന്നുകാലി എന്ന് പറയുമ്പോൾ പ്രകൃതിയാലുള്ള ഒരു ഇതല്ലേ, അപ്പോൾ നേരിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അത് ഏത് മേഖലയിൽ ഉൾപ്പെടും? നമ്മുടെ പ്രാഥമിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്, അല്ലെങ്കിൽ കാർഷിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയിൽ താഴെ പറയുന്നവയിൽ ഏതാണ്? പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നവയിൽ താഴെ പറയുന്നത് ഏത്? അപ്പം ഇതിൽ ഏതാണ് പ്രാഥമിക മേഖല? വ്യവസായം, ആരോഗ്യം, ഗതാഗതം, മത്സ്യബന്ധനം. അപ്പൊ ഏതാണ്? മത്സ്യബന്ധനമാണ്. അതിൽ വ്യവസായം എന്ന് പറയുമ്പോൾ രണ്ടാമത്തത്, ഇനി ആരോഗ്യം, ഗതാഗതം എന്ന് പറയുമ്പോൾ മൂന്നാമത്തത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വൈദ്യുത ഉൽപാദനം ഏത് മേഖലയുടെ ഭാഗമാണ്? ഉൽപാദനം അവിടെ എടുത്തു പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ്? പ്രാഥമിക മേഖലയിലുള്ള ആ ഒരു ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്, ജലം ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഏതാണ് ഇത് തന്നിരിക്കുന്നതിന് ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്? നമ്മുടെ ദ്വിതീയ മേഖല, ഓപ്ഷൻ ബി ആണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ ബി ആട്ടോ, ഇത് ഇവിടെ തെറ്റായിട്ട് കൊടുത്തിയാണ്. ഓപ്ഷൻ ബി ആണ്, ദ്വിതീയ മേഖല എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട്. അപ്പോൾ വൈദ്യുത ഉൽപാദനം ഏത് മേഖലയുടെ ഭാഗമാണെന്ന് വെച്ചാൽ ദ്വിതീയ മേഖലയാണ്. ഇനി അടുത്ത് റിയൽ എസ്റ്റേറ്റ് ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സേവനമല്ലേ. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നു? നമ്മുടെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. സാധനങ്ങളുടെ ഉൽപാദനം ഏത് മേഖലയുമായി ബന്ധപ്പെട്ട്? സാധനങ്ങളുടെ ഉൽപാദനം പ്രത്യേകം ശ്രദ്ധിക്കുക. സാധനങ്ങളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയാണ്. നമ്മൾ കൃത്യമായി പറഞ്ഞിരുന്നു, സാധനങ്ങളുടെ ഉൽപാദനം എന്ന് പറയുന്നത് ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ, സേവനം അവിടെ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഇതിലേക്ക് പോവാം, നമ്മുടെ തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. ഇനി അടുത്ത് പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്കും ഒഴുകുന്നവയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഈ ഒരു രീതിയിലുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ അവസാനം കണ്ട ആ ചാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ശ്രദ്ധിച്ചു വായിക്കണേ. പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും, അപ്പൊ പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും തൃതീയ മേഖലയിലേക്കും, അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്കും ഒഴുകുന്നവയിൽ ഉൾപ്പെടാത്തത് എന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കുക, ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ പറഞ്ഞല്ലോ, പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും പോകുന്നുണ്ട്. അതേപോലെ തന്നെ പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കും പോകുന്നുണ്ട്. പ്രാഥമിക മേഖലയിൽ നിന്ന് എങ്ങോട്ടും പോകുന്നുണ്ട്? തൃതീയ മേഖലയിലേക്കും പോകുന്നുണ്ട്. എന്ത്? ഭക്ഷ്യവസ്തുക്കൾ. അസംസ്കൃത വസ്തുക്കൾ എങ്ങോട്ട് മാത്രമേ പോകുന്നുള്ളൂ? ദ്വിതീയ മേഖലയിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷെ ഇവിടെ ചോദ്യം ചോദിക്കുന്ന എന്താണ്? ഈ രണ്ട് മേഖലയിലേക്കും പോകുന്നത് എന്നതാണ്. ഏതെങ്കിലും പോയാൽ മതി, ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പോയാൽ മതി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ ഉത്തരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് അസംസ്കൃത വസ്തുക്കൾ പോകുന്നില്ല, മറിച്ച് എന്ത് മാത്രമേ പോകുന്നുള്ളൂ? ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ പോകുന്നുള്ളൂ. അതായത് തൃതീയ മേഖലയിലേക്ക് എപ്പോഴും പോകുന്നത് എന്തായിരിക്കും? ആ ഫൈനൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും പോവുക. അതാണ് നമ്മളൊന്ന് ചിന്തിച്ചു വെക്കേണ്ടത്. ഇനി അടുത്ത് കൊടുത്തിരിക്കുന്ന യന്ത്ര സാമഗ്രികൾ പോവുകയാണോ ചെയ്യുന്നത്? കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു, പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്കല്ലോ, നേരെ തിരിച്ചാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നിർമ്മിത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ പറയുന്ന പ്രാഥമിക മേഖലയിൽ നിന്നും നമ്മുടെ ദ്വിതീയ മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉത്തരത്തിൽ വരാൻ പറ്റില്ല. ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? യന്ത്ര സാമഗ്രികൾ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരം. നമ്മൾ ആ പറഞ്ഞ ചാർട്ട് ഒരിക്കൽ കൂടി പരിചയപ്പെടാം. പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളും പോകുന്നു. അതേപോലെ പ്രാഥമിക മേഖലയിൽ നിന്ന് തൃതീയ മേഖലയിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ മാത്രം. ഇനി നേരെ തിരിച്ചു നോക്ക്, പ്രാഥമിക മേഖലയിൽ നിന്ന് ദ്വിതീയ മേഖലയിലേക്ക് എന്താ പോയെന്ന് നമ്മൾ പഠിച്ചു. ദ്വിതീയ മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്ക് വരുമ്പോൾ യന്ത്ര സാമഗ്രികളും നിർമ്മിത വസ്തുക്കളും. ഇനി അടുത്തത് സേവന മേഖലയിൽ നിന്ന് പ്രാഥമിക മേഖലയിലേക്ക് എന്താണ്? വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ്. ഇനി ദ്വിതീയ മേഖലയിൽ നിന്നും തൃതീയ മേഖലയിലേക്ക് യന്ത്ര സാമഗ്രികൾ, നിർമ്മിത വസ്തുക്കൾ. അതേപോലെ തന്നെ നേരെ തിരിച്ചെന്താണ്? വിവിധ തരത്തിലുള്ള സേവനങ്ങളാണ്. ഈ ഒരു ചാർട്ട് നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം. പിന്നെ അതാ ഈ ഒരു ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും. പ്രാഥമിക മേഖല കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, അതുപോലെ തന്നെ കന്നുകാലി, വനപരിപാലനം, മത്സ്യബന്ധനം, ജനനം, അസംസ്കൃത വസ്തുക്കളുടെ ഉൽപാദനം, വ്യവസായം, കെട്ടിട നിർമ്മാണം, സാധനങ്ങളുടെ ഉൽപാദനം. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. സാധനങ്ങളുടെ ഉൽപാദനം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വേണമെങ്കിൽ നേരെ പോയിട്ട് അങ്ങോട്ട് പോകും, പ്രാഥമിക മേഖലയ്ക്ക് പോയിട്ട് ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഓർത്തിരിക്കണം, സാധനങ്ങളുടെ ഉൽപാദനം എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മുടെ ദ്വിതീയ മേഖല. ഉൽപാദനം കേൾക്കുമ്പോൾ ദ്വിതീയ മേഖലയിലേക്ക് പോവുക. ഇനി വൈദ്യുതി ഉൽപാദനം, ഗ്യാസ്, ഇതൊക്കെ ദ്വിതീയ മേഖലയാണ്. മൺപാത്ര നിർമ്മാണം ദ്വിതീയ മേഖലയാണ്. പിന്നെ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഖാദി വസ്ത്രങ്ങളുടെ വ്യവസായം, അങ്ങനെ എന്തൊരു പരീക്ഷയ്ക്ക് വന്നു, അതൊക്കെ ഇതിലാണ് വരുന്നത്, ഈ പറയുന്ന ദ്വിതീയ മേഖലയാണ്. ഇനി അടുത്തത് തൃതീയ മേഖല, ആരോഗ്യ, വിദ്യാഭ്യാസം, പിന്നെ വ്യാപാരം, വാണിജ്യം, ഗതാഗതം, വാർത്താവിനിമയം, ബാങ്കിങ്, ഇൻഷുറൻസ്, ഹോട്ടൽ, ബിസിനസ്, റിയൽ എസ്റ്റേറ്റ്, സംഭരണം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ്, തൃതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നത്. കാരണം ഈ ഒരു ചാപ്റ്ററിൽ
വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. ഇതിൽ നിന്ന് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വരാൻ പോകുന്ന പരീക്ഷയിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇതിന് ശേഷവും ഈ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെറിയ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിൽ വരാൻ പോകുന്ന പരീക്ഷ ഗുണപ്രദമായ രീതിയിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമാണ്, പഠിച്ചിരിക്കണം. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാം. കാരണം ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഗമാണ് പഠിപ്പിച്ചത്. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ വരാൻ പോകുന്ന പരീക്ഷയിൽ OMR ഷീറ്റിലൂടെ ഒരു മാർക്കായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.